ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. ട്രാക്കിൽ നിന്ന് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുകയാണ്. അലക്സ് റാം മുഹമ്മദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അലക്സ്, കനത്ത മഴയെ തുടർന്നാണോ മണ്ണിടിഞ്ഞു വീഴലുണ്ടായത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് ഒരു മണിക്കൂർ നേരത്തെ പെയ്തത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ അറിയുന്നത് തിരുവനന്തപുരത്ത് നേമത്തിനും തിരുവനന്തപുരം സെൻട്രലിനും ഇടയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായതെന്നാണ്. മണ്ണിടിഞ്ഞ് ട്രാക്കിലേക്ക് വീണ അവസ്ഥയിലാണ്. ട്രെയിൻ ഗതാഗതത്തിൽ തടസ്സം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഈ ട്രാക്കിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്തുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്, കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. അടുത്തൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തിരുവനന്തപുരത്ത് ഇപ്പോഴും പ്രവചിച്ചിട്ടുണ്ട്. ഓറഞ്ച് മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് നൽകിയിട്ടുണ്ട്. ഈ ട്രാക്കിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അനുജ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം നേമത്തിനും ഇടയിലാണ് റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് വീണത്. ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുകയാണ് അതിവേഗം എന്നാണ് അലക്സ് റാം മുഹമ്മദ് അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.